പി ജയരാജനെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ ഉൾപ്പെടുത്താത്തതിൽ മകൻ ജെയിൻ രാജ് അതൃപ്തി പരസ്യമാക്കുന്നുണ്ട്. എം സ്വരാജിന്റെ പഴയ ഒരു ഫേസ്ബുക്ക് വാചകമാണ് അദ്ദേഹം വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കിയത്. വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്ന ബാബരി മസ്ജിദ് കേസിലെ വിധിയുമായി ബന്ധപ്പെട്ട് സ്വരാജ് എഴുതിയ സംഗതിയാണ് ഇത്തവണ സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ ജെയിൻ രാജ് വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കിയിരിക്കുന്നത്. പ്രതിഷേധവുമായി നിരവധി പ്രവർത്തകരും സമൂഹ മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഷബീർ ഒമർ കൂടുതൽ വിവരങ്ങളുമായി. ഷബീർ, ഈ പാർട്ടിക്കകത്തെ പ്രതിഷേധത്തിന്റെ വാർത്തകളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. CPM-ന്റെ സമ്മേളനം കഴിയുമ്പോൾ പാർട്ടി അനുഭാവികൾക്കും ബന്ധുക്കൾക്കുമിടയിൽ ഈ പ്രശ്നങ്ങളെ ചൊല്ലി എന്തൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കാണുന്നത്? എന്താണ് പൊതുവെ കാണുന്ന ഒരു മൂഡ് എന്താണ്? നിഷാദ, പി ജയരാജന്റെ കാര്യത്തിൽ CPM-നകത്ത് നേരത്തെ അല്ലെങ്കിൽ പി ജയരാജനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം കണ്ണൂരിലുണ്ട്. ആ നിലയ്ക്ക് വലിയ പിന്തുണ അദ്ദേഹത്തിന് പല ഘട്ടങ്ങളിലായി ലഭിച്ചിട്ടുമുണ്ട്. അതിൻ്റെ സമാനമായ ഒരു അവസരമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പി ജയരാജന്റെ മകൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു അതൃപ്തി പരസ്യമാക്കുന്നു. വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നു. എം സ്വരാജിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ എന്നാണ് ജെയിൻ രാജ് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നത്. അതായത് പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ CPM-ന്റെ ഏറ്റവും മുതിർന്ന ബോഡിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിനെതിരെയാണ് പരോക്ഷമായി ഈ ജെയിൻ രാജ് ഇത്തരമൊരു വിമർശനം, ഒരു പരസ്യ പ്രതികരണം അതിനെതിരെ നടത്തുന്നത്. അതേസമയം തന്നെയാണ് ജെയിൻ രാജ് ഫേസ്ബുക്കിലും മറ്റൊന്ന് പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ നമുക്കറിയാം ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനലായിരുന്നു, ചാമ്പ്യൻസ് ട്രോഫി ഫൈനലായിരുന്നു. അതിനുശേഷം എന്നോണം കെയ്ൻ വില്യംസൺ, അതായത് ന്യൂസിലാൻഡിൻ്റെ പ്രധാനപ്പെട്ട കളിക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ചേർത്ത് അദ്ദേഹത്തിനോടെന്ന പോലെ ഒരു പോസ്റ്റ് കൂടി ജെയിൻ രാജ് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് കൃത്യമായി തന്നെ പറയണം, അത് രണ്ടും ചേർത്ത് വെച്ച്, അതായത് പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയതിൽ ഉൾപ്പെടുത്താത്തതിലും അതിനുമായി ചേർത്ത് വെച്ച് വായിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അതായത് ഇനിയൊരു അംഗത്തിനുള്ള ബാല്യം അയാളിലുണ്ടോ എന്ന് സംശയമാണ്. എത്രയെത്ര ഫൈനലിൽ, എത്രയെത്ര സെമിയിൽ, എത്രയെത്ര കപ്പിനും ചുണ്ടിനുമിടയിൽ നിർഭാഗ്യം തൊട്ടു തലോടിയ മനുഷ്യൻ, എന്നിട്ടും ഒരിക്കൽ പോലും അയാൾ ആ ചുണ്ടിലെ ചിരി വറ്റിച്ചിരുന്നില്ല. നിർഭാഗ്യങ്ങളുടെ തോഴ, ഇനിയൊരു അവസരമുണ്ടെന്നറിയില്ല, ഉണ്ടെങ്കിൽ ഇനിയുള്ള അന്തിമ ശരി നിങ്ങളുടേതാകട്ടെ. ഇങ്ങനെയാണ് ഈ ജെയിൻ രാജ് ഈ കെയ്ൻ വില്യംസിൻ്റെ ഫോട്ടോ വെച്ച്, അത് കൃത്യമായി തന്നെ പറയാം. അതായത് പി ജയരാജൻ സംസ്ഥാന സമിതിയിലെത്തി, CPM സംസ്ഥാന സമിതിയിലെത്തി ഏതാണ്ട് 27 വർഷമായി സംസ്ഥാന സമിതിയിലെത്തിയിട്ടും അതിനപ്പുറത്തേക്ക് പി ജയരാജനെ പാർട്ടി പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് കണ്ണൂരിലെ പാർട്ടിയെ നയിച്ചവരിൽ ചടയൻ ഗോവിന്ദൻ, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, MV ഗോവിന്ദൻ, ഏറ്റവും ഒടുവിൽ MV ജയരാജൻ അടക്കമുള്ള നേതാക്കൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ആ നിലയ്ക്ക് അവരോടൊപ്പം പറഞ്ഞു കേട്ട, അല്ലെങ്കിൽ അവരോടൊപ്പം നിർത്താവുന്ന കണ്ണൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവാണ്, ജനസ്വാധീനം കൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് പി ജയരാജൻ. പക്ഷേ പി ജയരാജൻ ഏതാണ്ട് 3 പതിറ്റാണ്ടായി സംസ്ഥാന സമിതിയിൽ പ്രവർത്തിക്കുമ്പോഴും അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു പരിഗണന പാർട്ടി നൽകുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും ഒടുവിൽ ഇത്തവണ അദ്ദേഹത്തെ പരിഗണിക്കുമെന്ന് വ്യാപകമായി പ്രതീക്ഷിച്ചിരുന്നതാണ്. അതിൽ സംശയം ആർക്കും ഉണ്ടായിരുന്നില്ല പരിഗണിക്കുമെന്ന കാര്യത്തിൽ. പക്ഷേ ഇത്തവണയും അദ്ദേഹത്തെ തഴയുന്നു. കൃത്യമായൊരു സന്ദേശം, അദ്ദേഹത്തിന് ഇതിനപ്പുറത്തേക്ക് പരിഗണന ലഭിക്കില്ല എന്ന് പാർട്ടി നേതൃത്വം തന്നെ പറയുന്ന ഒരു സന്ദേശമായി തന്നെ കാണണം. കാരണം ഇപ്പോൾ ഏതാണ്ട് 70 വയസ്സ് പിന്നിൽ 72 വയസ്സായിരിക്കുന്നു പി ജയരാജൻ. അടുത്ത സമ്മേളന കാലയളവാകുമ്പോഴേക്കും പി ജയരാജന് പ്രായപരിധി മാനദണ്ഡത്തിൻ്റെ പ്രകാരം ആ പ്രായപരിധി മാനദണ്ഡം തടസ്സമാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ള ഒരു അവസരം പോലും അദ്ദേഹത്തിന് ലഭിക്കില്ല. അതായത് ഇത്രയും കാലം പാർട്ടി നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടും, അതായത് സംസ്ഥാന സമിതിയിൽ 27 വർഷം പ്രവർത്തിച്ചിട്ടും അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനെതിരെ സ്വാഭാവികമായും പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ, പി ജയരാജനെ സംബന്ധിച്ച് നമുക്കറിയാം, കണ്ണൂരിൽ CPM കേഡർമാർക്കിടയിൽ, CPM പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. അവരുടെ ഭാഗത്തു നിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് വലിയ തരത്തിലുള്ള എതിർപ്പ് വരുന്നു, പരസ്യ പ്രതികരണങ്ങൾ വരുന്നു, പരോക്ഷമായ കുറിപ്പുകൾ വരുന്നു. അതിന് സമാനമായാണ് പി ജയരാജൻ്റെ മകൻ ജെയിൻ രാജൻ്റെ ഭാഗത്തു നിന്ന് കൂടി ഇത്തരമൊരു വിമർശനം വന്നിട്ടുള്ളത്. എന്തായാലും പി ജയരാജൻ ഇക്കാര്യത്തിലൊരു പരസ്യ വിമർശനം അല്ലെങ്കിൽ പരസ്യ പ്രതികരണം നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇതിനു മുമ്പും സമാനമായ പല വിവാദങ്ങൾ വന്നപ്പോഴും അദ്ദേഹം പാർട്ടിക്കെതിരെ പരസ്യമായി ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ആ നിലയ്ക്കൊരു നടപടിയോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ നേരത്തെ KR സാജു പറഞ്ഞതുപോലെ പാർട്ടി വേദിയിൽ പി ജയരാജൻ കൃത്യമായി തന്നെ തൻ്റെ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷേ പരസ്യമായി
ഇതുവരെയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റായി പോലും പാർട്ടിക്കെതിരെ എന്നോണം അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്കൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കവയ്യ. പക്ഷേ വലിയ തരത്തിലുള്ള അതൃപ്തി അദ്ദേഹത്തിനുമുണ്ട്. അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കായിക്കോട്ടെ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പാർട്ടി അണികൾക്കുമുണ്ട്. അതെങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പാർട്ടി അണികളുടെ ഇതിനോടുള്ള എതിർപ്പ്, ഈ തീരുമാനത്തിനോടുള്ള വിയോജിപ്പ് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് എൻ സുകന്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. നേരത്തെ KR സാജി സൂചിപ്പിച്ചതാണ്. അവരൊരു പ്രൊഫൈൽ ചിത്രം മാറ്റിയപ്പോൾ, ഫേസ്ബുക്കിൽ അവരുടെ ചിത്രം മാറ്റിയപ്പോൾ അതിനോടൊപ്പം ചേർത്ത് എഴുതിയ കുറിപ്പാണ് പ്രധാനപ്പെട്ടത്. അതായത് ചെഗുവേരയുടെ പ്രശസ്തമായ വാചകമാണ്, അവരുടെ വാക്യമാണ് സുകന്യ ഈ ഫേസ്ബുക്ക് ഫോട്ടോയോടൊപ്പം ചേർത്തത്. അതായത് അനീതിക്കെതിരെ നിങ്ങൾ കോപം കൊള്ളുന്നുണ്ടെങ്കിൽ, വലിയ കോപം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ സഖാവാണ് എന്ന് മാത്രമാണ് സുകന്യ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ഫോട്ടോയോടൊപ്പം ചേർത്തിരിക്കുന്നത്. അതിന് ശേഷം അവർ പറയുന്നതായി വിശദീകരിക്കുന്നുണ്ട്. ഒരു ഫോട്ടോയോടൊപ്പം ഒരു വാചകം ചേർത്തു എന്നേ ഉള്ളൂ, അതിന് മറ്റ് രാഷ്ട്രീയ മാനങ്ങളില്ല എന്നവർ പറയുന്നുണ്ടെങ്കിലും സംസ്ഥാന സമിതിയിലേക്ക് അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാത്തതിലുള്ള ഒരു ബുദ്ധിമുട്ട് അറിയിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള പരോക്ഷമായ ഒരു എതിർപ്പ് അല്ലെങ്കിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്ക് ചില പ്രതികരണങ്ങൾ കൂടി ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി ജയരാജൻ്റെ കാര്യമാണ് തന്നെയാണ്. അതിനെതിരെ മറ്റ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, കണ്ണൂരിൽ നിന്നുള്ള കൂടുതൽ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന്, പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി ജയരാജൻ സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുത്തപ്പോൾ പലതരത്തിലുള്ള വിയോജിപ്പുകൾ പുറത്തു വരുന്നു. പി ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ അദ്ദേഹത്തിന്റെ മകൻ പരോക്ഷ വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം മറ്റ് പല സഖാക്കളും